ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കുഴിമന്തിയാണ്. ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത തന്തൂരി അടുപ്പിലാണ് ഞങ്ങൾ ഈ കുഴിമന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇതെന്റെ ഹസ്ബൻഡും മമ്മിയും കൂടിയാണ് തയ്യാറാക്കുന്നത്. കുഴിമന്തി തയ്യാറാക്കാൻ ഞാനിവിടെ മട്ടന്റെ 2 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടന്റെ ലെഗ് പീസ് നമുക്ക് 2 വശവും ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. എങ്കിൽ മാത്രമേ അതിന്റെ ഉള്ളിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ 2 ലെഗ് പീസ് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ അളവ് പറയുന്നില്ല, കാരണം ഓരോരുത്തരും എടുക്കുന്ന ഇറച്ചിയുടെ ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ആദ്യം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൊടിയൊക്കെയാണ് കേട്ടോ നല്ലത്. അതിന്റെ സ്മെല്ലും ടേസ്റ്റും വേറെ ലെവലാണ് കേട്ടോ. ഞങ്ങൾ ഇതെല്ലാം വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തന്തൂരി മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണേ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടന്റെ ലെഗ് പീസ് വെച്ച് മസാല എല്ലാം നന്നായി പുരട്ടി കൊടുക്കാം. മസാല എല്ലാം നന്നായി പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടനെ ഇനി 2 മണിക്കൂർ ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. മട്ടൻ മസാല എല്ലാം പിടിച്ച് നല്ല സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുഴിമന്തിക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. കുക്കറാണ് ഞാൻ തന്തൂരി അടുപ്പിൽ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് റൈസ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. കുഴിമന്തി തയ്യാറാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം സവാള നന്നായി വഴറ്റാം. ഇപ്പോൾ സവാള എല്ലാം നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക,
ഇനി കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളിയും ക്യാരറ്റും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയും ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ക്യാപ്സിക്കവും തക്കാളിയും ക്യാരറ്റെല്ലാം വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം എല്ലാം മാറി നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ റൈസിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുഴിമന്തിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കാം. ഉണക്കനാരങ്ങ. 2 ബ്ലാക്ക് ലെമൺ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റുകളിലും ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇനി നമുക്കിതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. കുഴിമന്തിക്ക് വേണ്ടി റൈസ് വാങ്ങുമ്പോൾ എക്സ്ട്രാ ലോങ് ബസ്മതി റൈസ് വേണം വാങ്ങിക്കാൻ. ഇപ്പോൾ നമ്മുടെ റൈസ് പകുതി കുക്കായിട്ടുണ്ട്. ഇതുവരെ ചെയ്തത് ഗ്യാസിന്റെ സ്റ്റൗവിലാണ്. ഇനി നമുക്കിത് തന്തൂരി അടുപ്പിലേക്ക് മാറ്റാം. ഇൻട്രോയിൽ കണ്ടതുപോലെ നമ്മുടെ അടുപ്പെല്ലാം നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ തന്തൂരി അടുപ്പിൽ ഇപ്പം നല്ല കനലുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പകുതി വേവിച്ചു വെച്ച റൈസ് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാത്രം വേണ്ടതുകൊണ്ട് കുക്കറാണ് നമ്മൾ ഇതിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ ഹാൻഡിലൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ റൈസ് തന്തൂരി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മട്ടന്റെ ലെഗ് പീസും കൂടി തന്തൂരി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. അത് ഞങ്ങൾ ഒരു കമ്പിയിലാണ് ഇതുപോലെ ഹാങ് ചെയ്തിടുന്നത്. ഈ തന്തൂരി അടുപ്പ് എൻ്റെ ഹസ്ബൻഡും ഡാഡിയും കൂടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്.
അങ്ങനെ നമ്മുടെ മട്ടൻ്റെ 2 ലെഗ് പീസും ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തന്തൂരി അടുപ്പ് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം. ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഡ്രമ്മിൻ്റെ അടപ്പ് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നനച്ച ചാക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ചൂട് അധികം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റും കൂടി എടുത്തു വെക്കാം. നമ്മളിത് അടച്ചു വെക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്കിനി ഒരു 3 മണിക്കൂർ ഇത് റെഡിയായി വരാൻ വെയിറ്റ് ചെയ്യാം. മട്ടൺ ആയതുകൊണ്ടാണ് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടത്. ചിക്കൻ ആണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തയ്യാറാകും. ഇപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ മസാലയുടെയും സ്പൈസസിൻ്റെ എല്ലാം നല്ല സ്മെല്ലാണ് വരുന്നത്. നമുക്കിനി ഇത് എടുത്തു നോക്കാം. ഇപ്പോഴും ഇതിനുള്ളിൽ നല്ല ചൂടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കുഴിമന്തിക്ക് സൈഡായിട്ട് മയണൈസും മിൻറ്റ് ചട്നിയും സാലഡും തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള മട്ടൻ മന്തിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.